തമിഴ്നാട്ടിൽ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ സർക്കാർ. സംസ്ഥാനത്തെമ്പാടും ലഹരി വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായി തടയുന്നതിനായി വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികൾക്കാണ് പുതിയ സർക്കാർ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാന എക്സൈസ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് അതിപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. തമിഴ് യുവത്വത്തെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അതീവ രഹസ്യവും കൃത്യവുമായ ഒരു ആക്ഷൻ പ്ലാനാണ് വിജയ് സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി എക്സൈസ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന 14 കർശന നിർദ്ദേശങ്ങൾ നോക്കിയാൽ ലഹരി വിപണനത്തിന്റെ വേരൊറുക്കാൻ പോകുന്നതാണ്. ഈ പുതിയ നീക്കത്തിലെ ഏറ്റവും സുപ്രധാന തന്ത്രം സംസ്ഥാനത്തെമ്പാടും രഹസ്യ ഇൻഫോർമർമാരെ നിയോഗിക്കുക എന്നതാണ്. ലഹരിമരുന്ന് വിതരണം ചെയ്യുന്ന വൻകിട സ്രാവുകളെയും പ്രാദേശിക കച്ചവടക്കാരെയും കൃത്യമായി തിരിച്ചറിയാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പ്രാദേശിക തലത്തിൽ രഹസ്യമായ വിവരങ്ങൾ നൽകാൻ പ്രത്യേക ആളുകളെ കണ്ടെത്തി നിയമിക്കാൻ മുഖ്യമന്ത്രി വിജയ് നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഇൻഫോർമർമാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ എക്സൈസിന്റെ വൻകിട ഓപ്പറേഷനുകൾ നടക്കുക. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെ പൂട്ടാൻ കമ്മീഷണറുടെ ഉത്തരവിൽ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ എന്നിവയുടെ പരിസര പ്രദേശങ്ങളിൽ എക്സൈസ് സംഘം സ്ഥിരമായ കനത്ത പരിശോധനകൾ നടത്തും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾ തടിച്ചുകൂടുന്ന പ്രധാന കേന്ദ്രങ്ങളിലും ലഹരി കടത്തുകാരുടെ താവളങ്ങളാകാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ സമീപത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കാനും പരിശോധന ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാനത്ത് ലഹരി മരുന്നുകളുടെ ഒഴുക്ക് തടയുന്നതിനൊപ്പം തന്നെ വ്യാജമദ്യ നിർമ്മാണവും വിപണനവും നടത്താൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും മുൻകൂട്ടി കണ്ടെത്താൻ നിർദ്ദേശമുണ്ട്. ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി സർപ്രൈസ് റെയ്ഡുകൾ സംഘടിപ്പിക്കും. അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ തമിഴ്നാടിന്റെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളെ ഒന്നൊന്നായി തിരുത്തിക്കുറിച്ചാണ് മുഖ്യമന്ത്രി വിജയ് മുന്നോട്ട് പോകുന്നത്. പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളിൽ ഒതുക്കാതെ താഴെത്തട്ടിൽ കൃത്യമായ ആക്ഷൻ പ്ലാനുകളിലൂടെ നടപ്പിലാക്കുക എന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രമാണ് അദ്ദേഹം ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിലെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കസേരയിൽ നിന്നായിരുന്നു. പതിറ്റാണ്ടുകളായി തമിഴ് ഭരിച്ച മുഖ്യമന്ത്രിമാർ തങ്ങളുടെ കസേരകളിൽ വെള്ള തുണി അഥവാ ടവൽ വിരിക്കുന്ന പരമ്പരാഗത ശൈലി വിജയ് പൂർണ്ണമായും ഭരണകൂടത്തിന്റെ ആഡംബരങ്ങളും അനാവശ്യ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ച് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെ ഇതിനെ വിലയിരുത്തുന്നത്. ഈ ലളിതമായ ഭരണശൈലിക്ക് തൊട്ടു പിന്നാലെയാണ് തമിഴ് യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയക്കെതിരെ വിജയ് നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് പലപ്പോഴും ഫയലുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി വിരുദ്ധ ഡ്രൈവുകൾക്ക് തന്റെ നിർണായക ഇടപെടലിലൂടെ പുതിയൊരു ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അധികാരത്തിന്റെ ഹുങ്കില്ലാതെ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ടാസ്കുകൾ നൽകുന്ന രീതിയാണ് വിജയ് പിന്തുടരുന്നത്. മുഖ്യമന്ത്രി നൽകിയ കടുത്ത മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എക്സൈസ് കമ്മീഷണർ 14 കർശന നിർദ്ദേശങ്ങളുമായി ഉദ്യോഗസ്ഥരെ ഫീൽഡിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇത് തമിഴ്നാട് എക്സൈസ് വകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയ്ക്കാണ് വഴിയൊരുക്കുന്നത്. മുൻകാലങ്ങളിലെ തമിഴ് രാഷ്ട്രീയത്തിൽ കണ്ടിരുന്ന വെറും വാഗ്ദാനങ്ങളുടെയോ പബ്ലിസിറ്റി സ്റ്റണ്ടുകളുടെയോ വഴിയല്ല വിജയ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കസേരയിലെ ടവൽ മാറ്റിയ ലളിതമായ ശൈലിക്ക് തൊട്ടു പിന്നാലെ തമിഴ് ജനതയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ലഹരി എന്ന വിപത്തിനെതിരെ അദ്ദേഹം നടത്തുന്ന ഈ ആക്ഷൻ പ്ലാൻ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ശത്രുക്കളെ അടിച്ചമർത്തുന്ന സിനിമാ നായകനിൽ നിന്നും ജനങ്ങളുടെ ജീവന് കാവലാകുന്ന ഒരു യഥാർത്ഥ ജനനായകനിലേക്കുള്ള വിജയുടെ മാറ്റം തമിഴ് ജനത ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തുടനീളം രഹസ്യ ഇൻഫോർമർമാരെ നിയോഗിക്കാനും 14 നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാനുമുള്ള തീരുമാനം ലഹരി മാഫിയയുടെ വലിയൊരു ശൃംഖലയെ തന്നെ തകർക്കാൻ പോകുന്നതാണ്. വിദ്യാലയങ്ങളും പൊതുവിടങ്ങളും കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പ് നടത്താൻ പോകുന്ന വൻ റെയ്ഡുകൾ സംസ്ഥാനത്തെ ലഹരി വിപണനത്തിന് വലിയൊരു പൂട്ടിടുമെന്ന് ഉറപ്പാണ്.